നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. ഇത്തരത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പല പല സംഭവങ്ങൾ, അപകടങ്ങൾ, വിമാനയാത്ര മാറ്റിവെക്കൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ കേട്ടിരിക്കുന്നു. വിമാനത്തിൽ സംഭവിച്ചിരിക്കുന്ന അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിമാനത്തിൻ്റെ ജനൽപ്പാളി തകർന്ന് അപകടമുണ്ടായിരിക്കുന്നു. വിമാനത്തിന് ജനൽപ്പാളി തകർന്ന അപകടത്തിൽ തലനാരിഴയ്ക്ക് ഒരു യാത്രികൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഗ്രീസിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗ്രീസിലെ തെസലോനിക്കയിൽ നിന്നും ജർമ്മനിയിലെ മെമ്മിങ്ങനിലേക്ക് പറക്കുകയായിരുന്ന റയാൻ എയർ ബോയിങ് 737 വിമാനത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നോർത്ത് മാസിഡോണിയയ്ക്ക് മുകളിലൂടെ വിമാനം പറന്നുയർന്നപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള ഒരു ലോഹഭാഗം ഇളകി വിമാനത്തിൻ്റെ ജനൽ പാളിയിൽ വന്നിരിക്കുകയായിരുന്നു. തുടർന്ന് ജനൽ തകർന്നു. തുടർന്ന് മർദ്ദവ്യതിയാനമുണ്ടായി. ജനലിനടുത്തിരുന്ന 61കാരനായ സെർബിയൻ സ്വദേശി ജനലിലൂടെ പകുതിയോളം പുറത്തേക്ക് തെറിച്ചു. തലനാരിഴയ്ക്ക് എന്ന് പറഞ്ഞാൽ തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഒഴിവായി പോയൊരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സീറ്റ് ബെൽറ്റ് ധരിച്ചതും സമീപത്തുണ്ടായിരുന്ന യാത്രക്കാർ വേഗത്തിൽ തന്നെ സമയോചിതമായി ഇടപെട്ടതുകൊണ്ടുമാണ് ആ 61കാരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ 61കാരനായ സെർബിയൻ സ്വദേശി ജനലിലൂടെ പകുതിയോളം പുറത്തേക്ക് പോയപ്പോൾ ഉടൻ തന്നെ യാത്രക്കാർ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റുകയായിരുന്നു. വലിയൊരു ദുരന്തം ഒഴിവായിപ്പോയി. അപകടത്തെ തുടർന്ന് വിമാനം തെസലോനിക്കയിൽ ഇറക്കുകയും ചെയ്തു. ഘർഷണം മൂലം ശരീരത്തിൽ പൊള്ളലേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ജർമ്മനിയിൽ എത്തിച്ചതായി റയാൻ എയർ വക്താവ് അറിയിച്ചു. അന്താരാഷ്ട്ര വ്യോമയാന മേഖലയെ നടുക്കിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ വിമാന അപകടം. പറന്നുയർന്നതിൻ്റെ പിന്നാലെ വിമാനത്തിൻ്റെ ജനൽ ചില്ല് തകരുകയായിരുന്നു. ശക്തമായ വായുമർദ്ദം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആ സീറ്റിൻ്റെ അടുത്തിരുന്ന യാത്രക്കാരൻ പകുതിയോളം വിമാനത്തിന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കൂടെയുള്ള യാത്രക്കാരൊക്കെ ഒരു ദൈവദൂതരെ പോലെ ആ മനുഷ്യനെ മരണത്തിൽ നിന്നും വലിച്ചെടുക്കുകയുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. 144 യാത്രക്കാരാണ് ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം 20,000 അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് ടയർ പൊട്ടുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദം കേട്ടതും വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വേർപെട്ട ഒരു ഭാഗം വന്ന് ഇടിച്ചാണ് ജനൽ തകർന്നതെന്നുമാണ് പ്രാഥമികമായ നിഗമനം. ഈ 61കാരൻ്റെ അടുത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ അപകടമുണ്ടായി തൊട്ട് പിന്നാലെ തന്നെ ജനൽ തകർന്നപ്പോൾ തന്നെ തലയും തോളും വിമാനത്തിന് പുറത്തേക്ക് വലിപ്പിക്കുകയുണ്ടായി. ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കാലുകളിൽ പിടിച്ചു വെച്ചു. പിന്നാലെയാണ് മറ്റ് യാത്രക്കാർ ഓടിയെത്തി ഇയാളെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയത്. ഇയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്നതും രക്ഷപ്പെടാൻ കാരണമായി. പൂർണ്ണമായും പുറത്തേക്ക് തെറിച്ചു പോകാതിരുന്നതും അതുകൊണ്ടാണ്. വിമാനത്തിനുള്ളിൽ ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് പതിച്ചു. യാത്രക്കാർ വലിയ രീതിയിൽ പരിഭ്രാന്തരായി. കൂട്ട നിലവിളി തന്നെ ആ വിമാനത്തിൽ നിന്നും ഉയരുകയുണ്ടായി. വിമാനയാത്ര പലപ്പോഴും ഒരു ചെറിയ കുലുക്കം പോലും വിമാനയാത്രികർക്ക് നൽകുന്ന ഭയപ്പാട് അത് വലുത് തന്നെയാണ്. അപകടത്തെ തുടർന്ന് പൈലറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചുവിട്ട് പുറപ്പെട്ട തെസലോനിക്ക വിമാനത്താവളത്തിൽ തന്നെ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. പരിക്കേറ്റ യാത്രക്കാരന് കഴുത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ വീഴുകയും ചെയ്തിരുന്നു. ഇയാൾ നിലവിൽ ബോധാവസ്ഥയിലാണെങ്കിലും കനത്ത മാനസികാഘാതം അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു ഷോക്കാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായത്. വിമാനത്തിൽ നിന്ന് തെറിച്ച് പകുതിയോളം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ മനുഷ്യനുണ്ടായ ഒരു മാനസികാഘാതം നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അത്തരത്തിലുള്ള മാനസികാഘാതത്തിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഗർഭിണിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവർ സുഖം പ്രാപിച്ചു. അതേസമയം വിമാനത്തിന്റെ ജനൽ തകർന്ന് യാത്രക്കാർ പുറത്തേക്ക് തെറിക്കുന്ന സംഭവങ്ങൾ മുൻപും വ്യോമയാന രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. 2018 സൗത്ത് വെസ്റ്റ് എയർലൈൻസ് വിമാനത്തിന് ജനൽ തകർന്ന് ജെന്നിഫർ റിയോർദാൻ എന്ന യാത്രിക വിമാനത്തിന് പുറത്തേക്ക് തെറിച്ചു പോവുകയും മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ വർഷം തന്നെ സിജുവാൻ എയർലൈൻസ് വിമാനത്തിന്റെ കോക്പിറ്റിലെ വിൻഡ് ഷീൽഡ് തകർന്ന് കോ പൈലറ്റ് പകുതിയോളം പുറത്തേക്ക് തെറിച്ചു പോയിരുന്നു. അടുത്തിടെ അലാസ്ക എയർലൈൻസിന്റെ വിമാനത്തിൽ പറക്കലിനിടെ ഡോർ പ്ലഗ് തെറിച്ചുപോയ സംഭവത്തിലും അന്വേഷണം നേരിടുന്ന ബോയിങ് കമ്പനി അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ദൃശ്യങ്ങൾ ഡിലീറ്റ് ആക്കിയത് വലിയ വിവാദമായതാണ്. ഇതിന് പിന്നാലെയാണ് ബോയിങ് വിമാനത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്ക് ഒരു ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. തുടരെ ഉണ്ടാകുന്ന വീഴ്ചകൾ കൃത്യമായ അന്വേഷണത്തിലൂടെ വീഴ്ചകൾ പരിഹരിച്ച് യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കാൻ ബോയിങ്ങിനാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ ജനലാണ് ഇളകിപ്പോയത്. മറ്റൊരു വിമാനത്തിൻ്റെ ചക്രം ഊരിപ്പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫ്ലോറിഡയിലെ ഓർലാൻഡോയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ യുണൈറ്റഡ് എയർലൈൻസ് ജെറ്റിൻ്റെ മുൻ ചക്രം പൂർണ്ണമായി ഊരിപ്പോകുന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. ഓർലാൻഡോ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് യുണൈറ്റഡ് ഫ്ലൈറ്റ്
23 മുൻ ചക്രം ഊരിപ്പോയത്. മെക്കാനിക്കൽ തകരാറാണ് എയർലൈൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 200 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സാധാരണ ലാൻഡിംഗ് പോലെ തോന്നിച്ചെങ്കിലും വിമാനം നിലം തൊട്ടതിന് പിന്നാലെ മുൻ ചക്രം ഊരിപ്പോയി. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്നലെ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ല. ഹാർഡ് ലാൻഡിംഗ് നടത്തിയ വിമാനം സംഭവത്തിന് പിന്നാലെ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. പ്രവർത്തനരഹിതമായ വിമാനത്തിൽ നിന്ന് ടെർമിനലിലേക്ക് യാത്രക്കാരെ ബസ്സിലാണ് എത്തിച്ചത്. അപകട കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. കാലാവസ്ഥയാണ് അപകട കാരണമെന്ന നിലയിൽ പലരും ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും അധികൃതർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് ഓർലാൻഡോയിലെ വിമാനത്താവളത്തിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായ വിമാനങ്ങൾക്ക് ചില കാലതാമസം അനുഭവപ്പെട്ടതായി FAAയുടെ നാഷണൽ എയർസ്പേസ് സിസ്റ്റം സ്റ്റാറ്റസ് ഡേറ്റാബേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ലുഫ്താൻസ എയർലൈൻസിന്റെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ മുൻ ചക്രങ്ങൾ ഒടിഞ്ഞ അപകടമുണ്ടായിട്ടുണ്ട്. വിമാനത്തിലേക്ക് യാത്രക്കാർ കയറുന്നതിനായി ഗേറ്റിൽ നിർത്തിയിട്ടിരുന്ന സമയത്താണ് അപ്രതീക്ഷിത അപകടമുണ്ടായത്. വിമാന ജീവനക്കാരും ഗ്രൗണ്ട് സ്റ്റാഫും യാത്രക്കാരും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരങ്ങൾ. ഷാങ്ഹായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന LH728 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലേക്ക് യാത്രക്കാരെ പ്രവേശിപ്പിക്കുന്നതിനുള്ള ബോർഡിംഗ് ബ്രിഡ്ജ് ഘടിപ്പിച്ച് ഇതുവഴി യാത്രക്കാർ കയറുന്നതിനിടെയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ മുൻഭാഗം റൺവേയിലേക്ക് ശക്തമായി ഇടിച്ചിറങ്ങി. ബോർഡിംഗ് ബ്രിഡ്ജിനും തകരാറുണ്ടായി. ചക്രങ്ങൾ തകരുമ്പോൾ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ കുറവായിരുന്നു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർക്കും വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും പരിക്കേറ്റു. ഇവർക്കുടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കിയെന്നാണ് വിവരം. അപകടത്തെ തുടർന്ന് വിമാനത്തിന്റെ മുൻഭാഗത്തിന് സാരമായ തകരാർ സംഭവിച്ചു. തകർന്ന ചക്രങ്ങൾ മാറ്റുന്നതിന് വിമാനം റൺവേയിൽ നിന്ന് നീക്കുന്നതിനുമായി സാങ്കേതിക വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഷാങ്ഹായിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാരെ മറ്റ് വിമാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ വിമാനയാത്രയ്ക്കിടെ സംഭവിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.